എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പഴയ കാലത്ത് തൊട്ട് വരുന്നൊരമ്മ രാധമ്മ. ഇന്ന് രാധമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ രാധമ്മ ചോറുണ്ണാണ്. രാധമ്മ ഇതാണ് ഞങ്ങളുടെ രാധമ്മ. ഇത് കാണും രാധമ്മ ചോറുണ്ണ. രാധമ്മ എത്ര കാലമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഉറക്ക പറഞ്ഞല്ലോ കേൾക്കൊള്ള. ആ, നിങ്ങൾ വരുമ്പോൾ എനിക്ക് എത്ര പ്രായമുണ്ട്? ആ, ഇവിടെ തൃശ്ശൂര് ജോലിയുള്ളപ്പോൾ ആയുർവേദത്തിലല്ലേ? എവിടെയായിരുന്നു? നമ്മളവിടെ വരുമ്പോൾ ഔഷധിയിലല്ലേ? അങ്ങനെ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ ആള് വീട്ടിലിരിപ്പാ അല്ലേ? പല്ലും പോയി, വയസ്സുമായി. അങ്ങനെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ എന്നാ ഓർമ്മ വരുമ്പോൾ ഇങ്ങോട്ട് ഓടി വരും. ഇത്ര പറ്റണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആൾ മാറും, ഇടയ്ക്കിടയ്ക്ക് പോവിടുന്ന്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ വീണ്ടും വരും. കുറച്ച് ഏപ്പിടും, ഏപ്പിട്ട് ഇങ്ങോട്ട് വരും. ഒക്കെ പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നുമ്പോൾ ആൾ ഓടി വരും. ഇതാണ് കൊടകര രാധമ്മ. ആ, വെള്ളിക്കുളങ്ങര. രാധമ്മയുടെ എൻ്റെ പല്ല് പോലെ തന്നെ രാധമ്മയുടെ പല്ലൊക്കെ പോയി. ഇനി പല്ല് വയ്ക്കാൻ പോവുക. ആ, മണിക്ക് ഒന്നും പറ്റിയില്ല. മണിക്ക് ബസ്സിലൊന്നും കയറി വരാൻ പറ്റില്ലല്ലോ. മണി ഇച്ചിരി കാലുമ്മ വയ്യല്ല. അപ്പോൾ ഓട്ടോറിക്ഷ വേണം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷ. അപ്പോൾ അതിനുള്ള വരുമാനമില്ല. കുട്ടിയമ്മ വീട്ടിൽ പോയിട്ടൊക്കെ എന്താ വന്നിട്ടുണ്ട്. കുട്ടിയമ്മ ചോറുണ്ണ. കുട്ടിയമ്മ മാമുണ്ണാണ്. ചോറുണ്ണ. എന്താ വീട്ടിൽ നിന്ന് എന്നാ വന്നേ? ഒരാഴ്ച 2 ദിവസമായിട്ടുള്ള വന്നിട്ട്. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നത് 2 ദിവസമായിട്ടുള്ള. ആ, ചേച്ചി പോവും. എല്ലാവരും പോണ്ടേ? എല്ലാവർക്കും വയ്യാണ്ടാകുമ്പോൾ എല്ലാവരും പോവും. ആ, ദുബായിലേക്കല്ല പോണത്, നിങ്ങളെ കൊണ്ട് പോവാൻ. നന്നായി. കുഞ്ചിയമ്മ കിടക്കണം. കുഞ്ചമ്മയ്ക്ക് ഇഷ്ടമല്ല വീഡിയോ ചെയ്യണത്. കുഞ്ചമ്മയ്ക്ക് പൂച്ചേനെ നോക്കാനാണ് ഇഷ്ടം. അതിനെ കടിച്ചു മുറിക്കാൻ അല്ലേടി കുഞ്ചിയെ? കണ്ട് ഇതാണ് എൻ്റെ കുഞ്ചിപ്പെണ്ണ് ഞങ്ങളെ കണ്ടോണം കടിക്കും. രാധമ്മയ്ക്ക് ചോറ് തരട്ടെ? രാധമ്മയ്ക്ക് കുറച്ചുകൂടി ചോറ് വേണം, കൊടുക്കട്ടെ. അപ്പോൾ മക്കളെ, ഞാൻ ഇന്ന് വളരെ തിരക്കിലാണ്. എനിക്ക് ഇന്ന് ചെറിയൊരു വീഡിയോ ഇടുന്നുള്ളൂ. കാരണം സമയം പോയി. ഇന്ന് അക്ഷിദ്രയായ കാരണം മഹാലക്ഷ്മി പൂജയുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ സമയമായി. അപ്പോൾ ഇത് വേഗം എടുത്ത് ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ മഹാലക്ഷ്മി പൂജയ്ക്ക് നമുക്ക് എന്ത് വേണം? കുറേ നിവേദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കണം. അപ്പം അതിൻ്റെ തിരക്കിലാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് അടിക്കൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനെ, ചുവന്ന ബട്ടനെ അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അമർത്തി കാണുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.